അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 6 തസ്കിയത്തുൽ വിൽദാൻ തജ്വീദുൽ ഖുർആൻ ഹാഫർലി എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് 2023 ക്വസ്റ്റ്യൻ പേപ്പർ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 6 തസ്കിയത്തുൽ വിൽദാനിൻ്റെയും തജ്വീദുൽ ഖുർആനിൻ്റെയും ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തുളം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തണുത്ത പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 6 തസ്കിയത്തുൽ വിൽദാൻ അല്ലെങ്കിൽ ക്ലാസ് 6 തജ്വീദുൽ ഖുർആൻ, അതിൽ കൂട്ടുകാർക്ക് ആവശ്യമുള്ള സബ്ജക്റ്റിൻ്റെ ആവശ്യമുള്ള പാഠത്തിൻ്റെ തദ്രീബാത്ത് എടുത്തു നോക്കാം. നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ചരിത്രത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. ഷെയ്ഖ് അഹ്മദ് റിഫാഇ റളിയല്ലാഹു അൻഹു ജനിച്ച സ്ഥലം. ഓപ്ഷൻസ്: മക്ക, ഇറാഖ്, ഷാം. ചരിത്രം: ഇറാഖ്. 2. അഷ്ശാഫിയ എന്ന് പേരുള്ള സൂറത്ത്. ഓപ്ഷൻസ്: ഫാത്തിഹ, യാസീൻ, വാഖിഅ. ചരിത്രം: ഫാത്തിഹ. 3. ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതൻ. ഓപ്ഷൻസ്: അനസ് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, യഹ്യൽ ബർമക്കി റളിയല്ലാഹു അൻഹു. ചരിത്രം: യഹ്യൽ ബർമക്കി റളിയല്ലാഹു അൻഹു. 4. ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ. ഓപ്ഷൻസ്: 6, 4, 5. ചരിത്രം: 6. 5. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുത്തുകാരൻ. ഓപ്ഷൻസ്: ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. ചരിത്രം: സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. 6. നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരം. ഓപ്ഷൻസ്: ഐന്, ലാദ്, ഖാഫ്. ഈ ചോദ്യത്തിന് 2 ഉത്തരങ്ങളുണ്ട്: ലാദ്, ഖാഫ്. അടുത്ത പ്രവർത്തനം ചേരുംപടി ചേർക്കുക. 7. അദ്ദബനി റബ്ബി ഫഅഹ്സന തഅദീബി. 8. ഉഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും. 9. ഉദ്ഉല്ലാഹ ഫൽയുവസ്സിഅ അലാ ഉമ്മതിക. 10. ഖിഫ്തു അൻ യുആഖിദനി അല്ലാഹു യൗമൽ ഖിയാമ. 11. ഫമാ ഖാല ലി ഉഫിൻ ഖത്ത്. ഇപ്പുറത്ത് നോക്കൂ. എ. ഇമാമു ശാഫിഈ റളിയല്ലാഹു അൻഹു. ബി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സി. ഷെയ്ഖ് അഹ്മദ് റിഫാഇ റളിയല്ലാഹു അൻഹു. ഡി. അനസ് റളിയല്ലാഹു അൻഹു. ഇ. ഉമർ റളിയല്ലാഹു അൻഹു. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിലെ ലെറ്റർ അതിന് നേരെ എഴുതുക. 7. അദ്ദബനി റബ്ബി ഫഅഹ്സന തഅദീബി. ചരിത്രം: ബി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 8. ഉഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും. ചരിത്രം: എ. ഇമാമു ശാഫിഈ റളിയല്ലാഹു അൻഹു. 9. ഉദ്ഉല്ലാഹ ഫൽയുവസ്സിഅ അലാ ഉമ്മതിക. ചരിത്രം: ഇ. ഉമർ റളിയല്ലാഹു അൻഹു. 10. ഖിഫ്തു അൻ യുആഖിദനി അല്ലാഹു യൗമൽ ഖിയാമ. ചരിത്രം: സി. ഷെയ്ഖ് അഹ്മദ് റിഫാഇ റളിയല്ലാഹു അൻഹു. 11. ഫമാ ഖാല ലി ഉഫിൻ ഖത്ത്. ചരിത്രം: ഡി. അനസ് റളിയല്ലാഹു അൻഹു. BAECD. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 12. ഫാത്തിഹയ്ക്ക് മുമ്പ് അഊദു ഓതൽ ഡാഷ് ആണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് സുന്നത്ത്. ഫാത്തിഹയ്ക്ക് മുമ്പ് അഊദു ഓതൽ സുന്നത്താണ്. 13. അറിവിൽ നിന്ന് ഒരു അധ്യായം പഠിക്കൽ ഡാഷ് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 100. അറിവിൽ നിന്ന് ഒരു അധ്യായം പഠിക്കൽ 100 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. 14. മൻ ഫീ ത്വരീഖിൻ ഡാഷ് അസ്ലുകു ഫഇലൽ ജിനാനി ലഹു ത്വരീഖുൻ സുഹില. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ലിത്തഅല്ലുമി. നമുക്കിപ്പോൾ ചേർത്ത് വായിക്കാം. മൻ ഫീ ത്വരീഖിൻ ലിത്തഅല്ലുമി യസ്ലുകു ഫഇലൽ ജിനാനി ലഹു ത്വരീഖുൻ സുഹില. 15. ഷഫത്താനി മഖ്റജായ അക്ഷരങ്ങൾ ഫാ, ഡാഷ് എന്നീ 4 അക്ഷരങ്ങളാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ബാ, വാവ്, മീം. ഷഫത്താനി മഖ്റജായ അക്ഷരങ്ങൾ ഫാ, ബാ, വാവ്, മീം എന്നീ 4 അക്ഷരങ്ങളാണ്. 16. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം ആരംഭിച്ചത് ഡാഷ് മാസത്തിലാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് റമളാൻ. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം ആരംഭിച്ചത് റമളാൻ മാസത്തിലാണ്. 17. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ഡാഷ് എന്ന് ചൊല്ലൽ സുന്നത്താണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് അല്ലാഹു റബ്ബുൽ ആലമീൻ. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് ചൊല്ലൽ സുന്നത്താണ്. അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 18.
ഷെയ്ഖ് അഹമ്മദ് റിഫാഇ റളിയല്ലാഹു അൻഹു വഫാത്തായ ഹിജ്റ വർഷം? ഉത്തരം ഹിജ്റ 578. 19. ഇസ്തിസ്ബാഹുൻ എന്ന വാക്കിന്റെ അർത്ഥമെന്ത്? ഉത്തരം വിളക്ക് കത്തിക്കൽ. 20. ആരുടെ ഭരണകാലത്താണ് മുസ്ഹഫിന്റെ കോപ്പികൾ തയ്യാറാക്കി വിവിധ നാടുകളിലേക്ക് അയച്ചത്? ഉത്തരം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ. 21. ഖുർആൻ പാരായണം ചെയ്യാത്ത സത്യവിശ്വാസിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപമിച്ചത് എന്തിനോടാണ്? ഉത്തരം കാരക്കയോട്. 22. അലിഫ്, വാവ്, യാ എന്നീ അക്ഷരങ്ങളുടെ മഖ്റജ് ഏത്? ഉത്തരം വായുടെ ഉൾഭാഗം. 23. ഖുർആനിൽ ആദ്യം അവതരിച്ച 5 ആയത്തുകൾ ഏത് സൂറത്തിലാണുള്ളത്? ഉത്തരം സൂറത്തുൽ അലഖിൽ. അടുത്ത പ്രവർത്തനം, ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 24. ഫത്ഹയ്ക്ക് ഉമ്മുൽ ഖുർആൻ എന്ന് പേര് പറയപ്പെടാൻ കാരണമെന്ത്? ഉത്തരം ഫത്ഹത്തുൽ കിതാബ് ഖുർആനിന്റെ ഉമ്മയാണ്, അഥവാ അടിസ്ഥാനം, മൂലം, കേന്ദ്രം എന്ന അർത്ഥത്തിൽ ഉമ്മുൽ ഖുർആൻ എന്നറിയപ്പെടുന്നു. 25. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയത്തിന് 4 ഉദാഹരണങ്ങൾ എഴുതുക. ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തമായി ചെരുപ്പ് കുത്തും, വസ്ത്രത്തിന് കഷ്ണം വയ്ക്കും, സാധനങ്ങൾ ചുമയ്ക്കും, ആടിനെ കറക്കും. 26. അർ റഹ്മാനിർ റഹീം ആശയം എഴുതുക. ഉത്തരം ഇഹലോകത്ത് എല്ലാവർക്കും കരുണ ചെയ്യുന്നവനായ, സത്യവിശ്വാസികൾക്ക് പരലോകത്ത് പ്രത്യേകം കരുണ ചെയ്യുന്നവനായ അല്ലാഹു. 27. വിളക്ക് കത്തിച്ച് വെള്ളം ചൂടാക്കുന്നത് ജയിൽ വാർഡൻ തടഞ്ഞപ്പോൾ ഫളൽ ഇബ്നു യഹ്യ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഉത്തരം ഫളൽ ഇബ്നു യഹ്യ റളിയല്ലാഹു അൻഹു ചെമ്പിനാലുള്ള ജലപാത്രം എടുത്തു, എന്നിട്ട് വെള്ളത്തിന്റെ തണുപ്പ് പോകുന്നതുവരെ തന്റെ വയറിനോട് ചേർത്ത് വെച്ചു. 28. ബലാ യാ റസൂലുള്ളാഹ് ഇസ്തഗ്ഫിർലി സന്ദർഭം വിവരിക്കുക. ഉത്തരം ഐഹിക വിരക്തിയും ഉള്ളതിൽ തൃപ്തിപ്പെടലുമാണ് തങ്ങൾ അവിടുത്തേക്കും അവിടുത്തെ ഉമ്മത്തിനും ഇഷ്ടപ്പെട്ടത്. ദുനിയാവ് അവർക്കും ആഖിറം നമുക്കും ആവൽ നീ തൃപ്തിപ്പെടുന്നില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ വാക്കുകളാണിത്. 29. ഫലൗലൽ ഇൽമു മാ സഇദത് റിജാലുൻ വലാ ഉരിഫൽ ഹലാലു വലൽ ഹറാം സാരം എഴുതുക. ഉത്തരം അറിവില്ലെങ്കിൽ ഒരാളും സൗഭാഗ്യം വരിക്കുകയില്ല, ഹലാലും ഹറാമും അറിയപ്പെടുകയുമില്ല. 30. ഖുർആൻ ക്രോഡീകരിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യ പ്രതികരണം എന്തായിരുന്നു? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്ത ഒരു കാര്യം നാം എങ്ങനെ ചെയ്യും എന്നതായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യ പ്രതികരണം. 31. ഖുർആൻ പാരായണം സ്വഹിഹാവാനുള്ള റുക്നുകൾ എത്ര? അവ ഏവ? ഉത്തരം 3 റുക്നുകളുണ്ട്. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന സനദുണ്ടായിരിക്കുക. 2. അറബി ഗ്രാമർ അനുസരിച്ചാവുക. 3. റസ്മുൽ ഉസ്മാനി അറിയുക. അടുത്ത പ്രവർത്തനം, 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 32. ഷെയ്ഖ് അഹമ്മദ് റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ കാരുണ്യം. ഷെയ്ഖ് അഹമ്മദ് റിഫാഇ റഹിമഹുല്ലാ കുഷ്ഠരോഗികൾക്കും വാതരോഗികൾക്കും അവരുടെ വസ്ത്രങ്ങൾ കഴുകി കൊടുക്കുകയും മുടികൾ പേൻ കളഞ്ഞ് വൃത്തിയാക്കി കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അവരുടെ കൂടെ ഭക്ഷിക്കുകയും അവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുമായിരുന്നു. രോഗികളെ സന്ദർശിക്കുകയും അന്ധന്മാരെ കൈപ്പിടിച്ച് കൊണ്ടുപോവുകയും വൃദ്ധന്മാരെ ആദരിക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹം യാത്രയിൽ നിന്നും തിരിച്ചു വരുമ്പോൾ നാടിനോട് അടുത്തെത്തിയാൽ വിറക് ശേഖരിക്കുകയും അത് തലയിൽ ചുമന്നു കൊണ്ടുവരികയും ചെയ്യുമായിരുന്നു. നാട്ടിൽ എത്തിയാൽ ചുമന്നു കൊണ്ടുവന്ന വിറക് വിധവകൾക്കും പാവപ്പെട്ടവർക്കും വാതരോഗികൾക്കും മറ്റു രോഗികൾക്കും അന്ധന്മാർക്കും വൃദ്ധന്മാർക്കും ഇടയിൽ വീതിച്ച് നൽകുമായിരുന്നു. അവർ എല്ലാ മനുഷ്യന്മാരോടും അധികരിച്ച് ദയ കാണിക്കുന്നവരും എല്ലാ ജീവികളോടും കൂടുതൽ കാരുണ്യം കാണിക്കുന്നവരുമായിരുന്നു. 33. ജംഉൽ ഖുർആൻ. അപ്പം നോക്കൂ, 1ാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലം വ്യാജ പ്രവാചകൻ മുസ്ലിമത്തുൽ കസ്സാബുമായി മുസ്ലിം സൈന്യം യമാമയിൽ ഏറ്റുമുട്ടി. ഖുർആൻ മനപ്പാടമുള്ള നിരവധി സ്വഹാബികൾ ഷഹീദായി. വിവരമറിഞ്ഞ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു പറഞ്ഞു, ഹാഫിലുകളായ നിരവധി സ്വഹാബിമാർ ഷഹീദായിരിക്കുന്നു. ഇനിയും യുദ്ധങ്ങൾ ഉണ്ടായാൽ ഹാഫിലുകൾ രക്തസാക്ഷികളായേക്കും. വിശുദ്ധ ഖുർആനിന്റെ നല്ലൊരു ഭാഗം നഷ്ടപ്പെടാൻ ഇത് കാരണമാവും. അതുകൊണ്ട് ഖുർആൻ ഒരു ഗ്രന്ഥരൂപത്തിലാക്കാൻ അങ്ങ് നേതൃത്വം നൽകണം.
ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് നിരന്തരം ഈ ആവശ്യം ഉന്നയിച്ചു കൊണ്ടിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുത്തുകാരനായിരുന്ന സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തുകയും ചെയ്തു. നീണ്ട ആലോചനയ്ക്ക് ശേഷം ഇത് അനിവാര്യമാണെന്ന് ബോധ്യപ്പെട്ട സെയ്ദ് റളിയല്ലാഹു അൻഹു ഉത്തരവാദിത്വം ഏറ്റെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമനുസരിച്ച് എഴുതിയ ഖുർആൻ വചനങ്ങൾ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ പക്കൽ ഉണ്ടായിരുന്നു. ഇവയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുത്തുകാർ ഈത്തപ്പന തണ്ടിലും കല്ലിലും മറ്റും എഴുതി സൂക്ഷിച്ചിരുന്ന ഖുർആൻ വചനങ്ങളും ഹാഫിലുകളായ സ്വഹാബികളെ കാണിച്ച് ഉറപ്പുവരുത്തി അതെല്ലാം അദ്ദേഹം മുസഫ് രൂപത്തിൽ എഴുതി. ഇത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ സൂക്ഷിച്ചു. അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലും പിന്നീട് മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലും സൂക്ഷിച്ചു. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.